എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും തന്നെ, അല്ലേ? എന്നാൽ വെറുതെ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമോ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെ മറ്റൊരാൾ സ്നേഹിക്കണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാവണ്ടേ? ഒരു കാരണവുമില്ലാതെ ആരെയും സ്നേഹിക്കില്ല എന്ന ഒരു വലിയ ഫിലോസഫി ആദ്യം തന്നെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. ഏതായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള ചില പ്രത്യേകതകൾ, ചില ക്വാളിറ്റീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതായത് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആ കാരണങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ചില വ്യക്തിത്വ ഗുണങ്ങൾ നമുക്കുണ്ടാവണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതായാലും വലിച്ചു നീട്ടുന്നില്ല. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടമായിട്ട് തന്നെ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയോട്, മക്കളോട്, അച്ഛനോട്, അമ്മയോട്, സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ടവരോട് ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹത്തിനൊന്നും ഒരു വിലയും ആരും നൽകുന്നില്ല, അവർക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അത് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം അവിടെ രൂപപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് സ്നേഹം പ്രകടമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് നൽകുക. അവിടെ നിങ്ങൾക്കും അവരിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കാതെ അത് പ്രകടമായിട്ട് തന്നെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. റെസ്പെക്റ്റ് എന്ന വാക്കിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മറ്റുള്ളവർക്ക് അത് നൽകാൻ കഴിയുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തിയും അവനവൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളുമൊക്കെയുള്ള ആളുകളാണ്. അതായത് ഓരോരുത്തരും വ്യക്തിത്വം കൊണ്ട് വ്യത്യസ്തരാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. നമ്മളാണ് ശരി എന്ന രീതിയിൽ, നമ്മൾ മാത്രമാണ് ശരി എന്ന രീതിയിൽ, നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ സ്വഭാവത്തിലുണ്ട്, വ്യക്തിത്വത്തിലുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ രണ്ടുപേരും 2 വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. പക്ഷേ അത് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയണം. അവരവർ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക. അതിനെ അംഗീകരിക്കുവാൻ നമ്മൾ പഠിക്കണം. അവിടെയാണ് ബഹുമാനം പരസ്പരം കൈമാറണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമിരിക്കുന്നത്, വ്യാപ്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുക. അത് ഏത് ബന്ധങ്ങളിലായാലും, കുടുംബ ബന്ധങ്ങളിലായാലും, സ്നേഹബന്ധങ്ങളിലായാലും, മറ്റ് ഇതര ബന്ധങ്ങളിലായാലും ഒക്കെ പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുക. പരസ്പരം ബഹുമാനം സമ്മാനിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ സാധിക്കണം. എന്തെങ്കിലും ഒരു നല്ല നിമിഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് സമ്മാനിക്കാൻ കഴിയണം. അതൊരു സമ്മാനമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരാറില്ലേ? എല്ലാ ഞായറാഴ്ചയും വീട്ടിൽ കിടന്നുറങ്ങാറില്ലേ? അതിന് പകരം നിങ്ങളൊരു ദിവസം ശനിയാഴ്ച വൈകുന്നേരം വന്നതിന് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുക, നാളെ നമുക്ക് ഒരു ടൂർ പോകാം, ഒരു യാത്ര പോകാമെന്ന്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളത് പറയുന്നുണ്ടാവുക. ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു നിമിഷത്തിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങളോടുള്ള സ്നേഹമായിട്ട് മാറുകയാണ് ചെയ്യുക. അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
അതൊരു സുഹൃത്തുക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കായിക്കോട്ടെ, പ്രിയപ്പെട്ടവർക്കാവട്ടെ, നമ്മുടെ മക്കൾക്കാവട്ടെ, എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ജീവിതത്തിൻ്റെ ഇടവേളകളിൽ ഏതെങ്കിലും നല്ല നല്ല ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ സമ്മാനിക്കുക. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വരുമ്പോൾ, ഒരു ബർത്ത്ഡേ വരുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകുക, എന്തെങ്കിലുമൊക്കെ നല്ല സന്തോഷങ്ങൾ നൽകുക. അത് ജീവിതത്തിൽ വലിയ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു കിട്ടാൻ നിങ്ങൾക്ക് കാരണമായി മാറുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതത്തിലിടക്കൊക്കെ വലിയ സംഭവങ്ങളൊന്നും ആക്കണ്ട, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇത്തിരി സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്താറുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം ഉപയോഗപ്പെടുത്താറുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തിരി സമയം നമ്മൾ മാറ്റിവെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിച്ചാൽ, കൂടെ എവിടെയെങ്കിലും ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞാൽ ഒന്ന് പോവുക, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് സ്നേഹവും ബഹുമാനവും തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെയല്ലേ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ജീവിത പങ്കാളികൾക്കിടയിലുമൊക്കെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഈ ആഘോഷവേളകളിലൊക്കെ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവാറില്ലേ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ ഒറ്റയ്ക്ക് പോയിട്ട് ഡ്രസ്സ് എടുക്കാറാണ് പതിവ്. അവരുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ടാവും, അവരെ ഒക്കത്തിരുത്തിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ എടുക്കേണ്ടാവുക. ഇത് മാറ്റുക. നിങ്ങൾ ഈ സ്ത്രീകളുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുരുഷന്മാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഷോപ്പിംഗ് അവരെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും അവരോടൊപ്പം പോവുക, മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കെയർ ചെയ്യുക, എന്നിട്ട് അവരെ സ്വതന്ത്രമായിട്ട് ഷോപ്പിങ്ങിന് അനുവദിക്കുക. ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന വലിയ നല്ല കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏത് ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മുടെ സമയം വിട്ടുകൊടുക്കുക. ഒരു ഇത്തിരിയൊക്കെ, ഒരുപാട് സമയമൊന്നും വിട്ടുകൊടുക്കണമെന്നല്ല, നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇത്തിരി സമയം മാറ്റിവെക്കാൻ തയ്യാറാവുക. അത് മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ പിടിച്ചു കിട്ടാൻ കാരണമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഒരു കരുതലുണ്ടാവണം. അതായത് ഒരു ശ്രദ്ധ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ഭാര്യ സുഖമില്ലാതെ നിൽക്കുകയാണ്, അടുക്കളയിലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ഭാര്യയായിരിക്കും, അല്ലേ? ആ സമയത്ത് സുഖമില്ലാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീടിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അടുക്കളയുടെ ഉത്തരവാദിത്വം, മക്കളുടെ ഉത്തരവാദിത്വമൊക്കെ നമ്മൾ പുരുഷന്മാർ ഒന്ന് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു കരുതലിൻ്റെ ഭാഗമാണ്, അല്ലേ? സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ അവരെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അനുവദിച്ച് ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ സ്നേഹം നമുക്ക് കിട്ടാൻ കാരണമാകുന്നുണ്ട്. ഇനി മക്കളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഒരു പരീക്ഷയൊക്കെ എഴുതിയിട്ട് മാർക്കൊക്കെ കുറഞ്ഞ്, അല്ലെങ്കിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ മക്കൾ മാനസികമായിട്ട് ആകെ ഡൗൺ ആവും, അല്ലേ? ആ സമയത്ത് സാധാരണ എല്ലാ അച്ഛനമ്മമാരും ചെയ്യാറുള്ളത് അവരെ വഴക്ക് പറയും. നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് പഠിക്കാതെ എന്ന് അവരെ കുറ്റപ്പെടുത്തും. അതിന് പകരം നമ്മൾ മാറി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഈ ഒരു പരീക്ഷ മാത്രമല്ല നിന്റെ ജീവിതമെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി നോക്കിയേ. ഇനിയും നിനക്ക് അവസരങ്ങളുണ്ട് എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തു നോക്കിയേ. അവരെ ഒന്ന് സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിച്ച് അവർക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി സമ്മാനിച്ചു നോക്കിയേ. അതാണ് കരുതൽ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഒപ്പം നിൽക്കുന്ന, അവരുടെ കാര്യത്തിൽ, അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഒപ്പം നിന്നുകൊണ്ട് അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു സഹായമായി മാറുന്ന ഒരവസ്ഥ. അതാണ് കരുതൽ എന്ന് പറയുന്നതിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. അത് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നമുക്ക് കാരണമാകും. ഇനി ഒരു കമ്പനിയിൽ, ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ഓണർക്ക്, അവിടെയുള്ള സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നല്ലതല്ലേ? അല്ല, ചിലപ്പോൾ മാനസികമായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്ന ഒരാളായിട്ട് ആ ഓണർ മാറുമ്പോൾ തീർച്ചയായിട്ടും അവരോട് നമുക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുകയാണ് ചെയ്യുക, അല്ലേ? കമ്പനിയോട് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാവും, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുക. അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, മികച്ച വ്യക്തിത്വത്തിൻ്റെ ചില പ്രതിഫലനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി ആറാമത്തെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനാവണം. വെറുതെ ഒന്നും ആരും സ്നേഹിക്കുകയില്ല, അല്ലേ? നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുകയുള്ളൂ, സ്നേഹിക്കുകയുള്ളൂ. സാധാരണ പൊതുവെ പറയാറുണ്ട്,
ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്. അത് ആഴത്തിൽ ചിന്തിക്കാതെ സാഹിത്യപരമായിട്ടുള്ള ഒരു ഫിലോസഫി പറയുന്നു എന്നതിനപ്പുറം അതിന് വലിയ അർത്ഥങ്ങളൊന്നും നമ്മൾ കാണേണ്ടതില്ല. എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റണം. എന്നെ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റണം. ഒന്നും പ്രതീക്ഷിക്കാതെ ആരും എന്നെ സ്നേഹിക്കുകയില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളൊന്നും അല്ല കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പെട്ടുകിടക്കുക, വാഹനങ്ങളൊന്നുമില്ല, അപ്പോൾ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിളിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മളെ അവർ വിളിക്കുന്നുണ്ടാവുക? നമ്മൾ അവർക്ക് കൊടുത്തൊരു പ്രതീക്ഷയാണ് അല്ലേ. ഏത് സമയത്തും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ അവൻ ഉണ്ടാകും അല്ലെങ്കിൽ അവൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. ആ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് നമ്മളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുകയാണ് ചെയ്യുക അല്ലേ. തീർച്ചയായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിൽ പോലും അതെങ്കിലും പ്രതീക്ഷിക്കാൻ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് സാധിക്കണം എന്നുള്ളതാണ്. ഇനിയൊന്ന് കുടുംബത്തിലേക്ക് വന്നു നോക്കിയേ. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെയുള്ളൊരു കുടുംബം. ഭർത്താവിനെ സംബന്ധിച്ച് അയാൾ വീട്ടിൽ ഒരു കാര്യങ്ങളും നോക്കുന്നില്ല എന്ന് കരുതുക. ഭാര്യയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങളില്ല, മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തങ്ങളില്ല, തോന്നുമ്പോൾ വരുന്നു, തോന്നുമ്പോൾ പോകുന്നു, മദ്യപിക്കുന്നു, അങ്ങനെ ആകെ അലമ്പായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളെ ആ കുടുംബം സ്നേഹിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഭർത്താവാണ് അച്ഛനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം അയാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല ഈ കുടുംബത്തിൽ നിന്ന് അല്ലേ. ഉപദ്രവമല്ലാതെ ഒരു ഉപകാരവുമില്ല. അപ്പോൾ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റണം. ഇനി മക്കളും അച്ഛനമ്മമാരും തമ്മിലും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. ഒരുപാട് സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയിട്ട് മക്കൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ മക്കളാണ് എന്ന പരിഗണനയൊന്നും നൽകാൻ പറ്റുമോ? ഇല്ല. അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിൽ, അതായത് വഴിതെറ്റിപ്പോയി, ഒരു ഉത്തരവാദിത്വമില്ല, വീട്ടിലെ കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല, അച്ഛനമ്മമാരുടെ കാര്യത്തിലും ശ്രദ്ധയില്ലാതെ മക്കൾ തോന്നിയ പോലെ ആയിക്കഴിഞ്ഞാൽ മക്കളിൽ നിന്ന് അച്ഛനമ്മമാർക്കൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിൽ ഈ അച്ഛനമ്മമാരും മക്കളെ പുറന്തള്ളും എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൻ്റെ ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷയായി മാറാൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം, ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാനാവണം. ഇനി ലാസ്റ്റ് ഏഴാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളെപ്പോഴും പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരാളാവുക. ജീവിതത്തിലെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, കുറ്റം പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ആളുകളെ ആർക്കെങ്കിലും ഇഷ്ടാവും? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു, ആ സമയത്ത് നമ്മളെ കുറ്റപ്പെടുന്ന ആളുകളെയാണോ നമുക്ക് ഇഷ്ടമാവുക? നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ആളെയാണോ നമ്മൾ ഇഷ്ടമാവുക? ഇനി ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലുള്ള ഓണർ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള സൂപ്പർവൈസർ ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, അവരെ നമ്മളോട് ദേഷ്യത്തോടു കൂടി പെരുമാറി ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മനസ്സാകെ ഡെസ്പാവും അല്ലേ. ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ നമ്മളെ നോക്കി ചിരിക്കും, കളിയാക്കും അല്ലേ. ആ സമയത്ത് നമുക്കതൊന്നും ഇഷ്ടാവോ? ഇല്ല. എന്നാൽ ചില ആളുകളുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് സാരമില്ലടാ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊപ്പം കൂടുന്ന ചില ആളുകളില്ലേ, അവരെ നമുക്ക് ഇഷ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന ഒരാളാവുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കറിഞ്ഞ് മനസ്സിനെ വീണ്ടും അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്ന ഒരാളാവരുത്. മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. അങ്ങനെയുള്ള ഒരാളാകുമ്പോഴും മറ്റുള്ളവർ നിങ്ങളെ ഒരുപാടേറെ സ്നേഹിക്കും. ഏതായാലും 6-7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കൽ കൂടി നമുക്ക് ഈ 7 കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം പ്രകടമായി നൽകുക എന്നുള്ളതാണ്. രണ്ടാമത്, മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവരും വ്യത്യസ്തരാണ് എന്ന രീതിയിൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. മൂന്നാമത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് നൽകുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു സമ്മാനങ്ങൾ, ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ നൽകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തിരി സമയം, നമ്മുടെ സമയം മാറ്റിവെക്കാൻ തയ്യാറാവുക.
അപ്പോഴും നമ്മളെ സ്നേഹിക്കുവാൻ ഒരുപാട് ആളുകളുണ്ടാവും. അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ, ഒരു കരുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ആറാമത്, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ചെറിയ പ്രതീക്ഷയായിട്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏഴാമത്, ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാവുക. മറ്റുള്ളവർക്ക് തളർന്നു കിടക്കുന്ന ഒരു മനസ്സിനെ ഒരു പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന, ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒരാളാവുക. ഈ 7 കാര്യങ്ങളും നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ കുറെ കൂടി മികച്ച വ്യക്തിത്വമുള്ള ഒരാളായിട്ട് നമുക്ക് മാറാനും ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.